നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു മാങ്ങ റെസിപ്പി. മാങ്ങ സീസണൊക്കെ അല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. പച്ച മാങ്ങ കൂട്ടുകറി കഞ്ഞിയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം, ദോശയുടെ ഒപ്പം ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇതേപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ആ കളറ് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും മാങ്ങാ സീസണൊക്കെ അല്ലേ, എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ, കുറച്ച് ചെനച്ചതായാലും കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ മുറി നാളികേരം ഇതേപോലെ കഷ്ണങ്ങളാക്കിയാൽ മതി, നമുക്ക് ക്രഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അളവ് പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു നാളികേരത്തിന് കുഞ്ഞൊരു മുറി, ഈ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എണ്ണ ഒന്നും ഒഴിക്കേണ്ട. മുളക്, അതുപോലെ തന്നെ ഈ മുളകിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ഉലുവ, കായത്തിൻ്റെ കഷ്ണമാണെങ്കിൽ ഈ സമയത്ത് ഇടാം, അല്ല പൊടിയാണെങ്കിൽ നമുക്ക് പിന്നിട്ടാൽ മതി കേട്ടോ. എന്തായാലും ഉലുവ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ ഒപ്പം, ഞാനിപ്പോൾ കാണിച്ചെന്ന മാങ്ങയുടെ കണക്കിന് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി വറുത്തെടുക്കണം. ഞാൻ ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ തൽക്കാലത്തേക്ക് മുളക് മാത്രമേ വറുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും ആയി വരട്ടെ. നന്നായിട്ട് കളറൊക്കെ മാറി വന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ആയിക്കോളും. കളറൊക്കെ ഒന്ന് മാറിയാലും കുഴപ്പമില്ല കേട്ടോ. കഴുകി ഉണക്കി വെച്ച മുളകായ കാരണം ഞെട്ടിണ്ടായാലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഉലുവയും കായവും കൂടി പൊടിച്ച് വെച്ചത് കുറച്ച് ഈ ചൂടിലേക്ക് തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ രണ്ടും കൂടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടിയാണ് പൊടിക്കുമ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ചെയ്യും. മാത്രമല്ല ഒരു ചൂടിൽ പൊടിക്കണ നല്ലതാണല്ലോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ പൊടിച്ച് വെച്ചത്, അങ്ങനെ പൊടിച്ച് വെച്ചാൽ നല്ലതാട്ടോ. അപ്പം ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച നാളികേരം, അതേപോലെ തന്നെ പച്ചമാങ്ങ കഷ്ണങ്ങൾ ഈ ഒരു കനത്തിൽ നുറുക്കിക്കോളൂ, കുഴപ്പമില്ല, നമുക്ക് ക്രഷ് ചെയ്യാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഇപ്പം ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കണ്ടോ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേണം ചെയ്യാൻ കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. കണ്ടോ, ക്രഷ് ചെയ്തത് ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വറുത്തെടുത്ത മുളകും കായോലുവും കൂടി പൊടിച്ചതും എല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കിയിരുന്നില്ലേ, അത് ഇതേപോലെ വല്ലാതെ മിനിമിനെ പൊടിയണമെന്നില്ല, അങ്ങനെ പൊടിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് കഷ്ടി ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വലിയൊരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആയിക്കോട്ടെ ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ മാതിരി ആവണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇഞ്ചി മൊരിയുന്നതിന് മുൻപായിക്കൊണ്ട് നമുക്ക്, ഞാനിവിടെ ചുമന്നുള്ളി, അതായത് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുള്ളി ഒരു 5-6 എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ്. ശരിക്കും വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ആൾക്കാരാണെച്ചാൽ ഇതിലേക്ക് ഒരു 6-7 അല്ലി വലിയതാണെച്ചാൽ കട്ട് ചെയ്തിട്ടുള്ളൂ. വെളുത്തുള്ളിയാണ് ഇഞ്ചിടൊപ്പിടേണ്ടത്. എനിക്കത് ഇട്ടാൽ പറ്റില്ല. അത് കാരണം തന്നെ ഞാനിവിടെ ചുമന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, കുഞ്ഞുള്ളി. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് കളറ് മാറി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ കണ്ടോ നന്നായിട്ട് കളറ് മാറി ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങ, നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ ചതച്ച് വെച്ചിരുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. ഇനി നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് സിമ്മിൽ വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതിൽ ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരണം കേട്ടോ. ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടി, അതായത് നമ്മൾ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം.
ഒന്ന് നന്നായിട്ട് വെള്ളം വലിഞ്ഞ് വരട്ടെ കേട്ടോ. ഇതൊരു 2-3 ദിവസം പുറത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. കഞ്ഞിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഈവൻ ദോശയ്ക്ക് പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരട്ടെ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, കൂടുതൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ എല്ലാം കുഞ്ഞീതേ ഉള്ളൂ, പക്ഷേ ഇത് കുറച്ച് തന്നെ ഉള്ളൂ. അതിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാലും മതിയായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ മാറ്റാം നമുക്ക്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഈ സമയത്ത് അതൊക്കെ ചേർക്കണം. അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച കായം, ഉലുവ, മുളക് എന്നിട്ട് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുഴുവനായിട്ട് ഞാൻ പൊടി ഇട്ടിട്ടില്ല, കുറച്ചും കൂടി ഇടാണ്ട് അതും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെലിഞ്ഞ് വരട്ടെ. അത്ര തന്നെ ഉള്ളൂ പരിപാടി കേട്ടോ. അതാ ഞാൻ പറയണത്, നിങ്ങളുടെ കയ്യിൽ ഇതിന് പാകത്തിലുള്ള നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. എളുപ്പമാണ്. ആയി വരട്ടെ കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള മാതിരി എൻ്റെ കയ്യിൽ കിഴഞ്ഞു ശർക്കരയുടെ പൊടി ഇനി ഒന്ന് വാങ്ങിക്കണം. ഒരു 1/2 ടീസ്പൂണോളം ശർക്കര പൊടി, ഒപ്പം തന്നെ കുറച്ചും കൂടെ കായത്തിൻ്റെ പൊടി. കഴിഞ്ഞ പരിപാടി. ഈ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിഞ്ഞ് വരട്ടെ കേട്ടോ. കണ്ടോ, ഞാനിങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ഉണ്ടായിരുന്നു, കുഞ്ഞീത്, അതിലേക്കുള്ളതേ ഉള്ളൂ, അതിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അടി പിടിക്കില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ തവ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഇതിലേക്കുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ നല്ല അടി കട്ടിയുള്ള പാത്രമൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്കതെടുക്കാം, പക്ഷേ അവസാനം ആകുമ്പോഴേക്കും അതിൻ്റെ അടി പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇതുമാതിരി കുഞ്ഞ് തവയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു മാങ്ങ ഉണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയേ, അപ്പോൾ കുഞ്ഞ് തവ മതി കേട്ടോ. ഒന്നായി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പച്ചമാങ്ങ കൂട്ടുകറി കേട്ടോ, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ കണ്ടോ, അങ്ങനെ ഉലർന്ന് വരണം, ഒന്നും കൂടി ഉലരാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ മാത്രം താമസമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഉലർന്ന് കിട്ടട്ടെ. എന്നാലും നമുക്ക് 2-3 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ഒന്നും കൂടി ഉലരാനുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് കണ്ടോ ഉലർന്ന് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായി. ഇഞ്ചി ആയാലും ശരി, കുറച്ച് കുഞ്ഞുള്ളി ഇട്ടതിൻ്റെ ആയാലും ശരി. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും വെളുത്തുള്ളി തന്നെയാണ് ചേർക്കുക. എന്തൊരു മണമാണ് വരുന്നറിയാൻ. ടേസ്റ്റ് ചെയ്തു. ആ കുഞ്ഞുള്ളിയുടെയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ കഷ്ണനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ. അധികം ആൾക്കാർക്കും വെളുത്തുള്ളി ഇഷ്ടമാവും, ഇഷ്ടമില്ലാത്തവർ എൻ്റെ മാതിരി കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ഉപയോഗിച്ചൊന്ന് മാത്രം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഓലർന്ന് കിട്ടും നമ്മുടെ പച്ചമാങ്ങ കൂട്ടുകറി. കഞ്ഞി, ചോറ്, ദോശ, ചപ്പാത്തി എല്ലാറ്റിനും നല്ലതാണ്. ഇപ്പം നാളികേരമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഗ്ലാസിൻ്റെ ജാറിലേക്കോ ഭരണിയിലേക്കോ ഒക്കെ മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയുള്ള പരിപാടി. എല്ലാവരും ട്രൈ ചെയ്യൂ. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പം ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ് ഡവറയിലേക്കാണ് മാറ്റുന്നത്. കണ്ടോ, ഇങ്ങനെ ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തി, ദോശ അതിൻ്റെ ഒപ്പം നല്ലതാണ്. കഞ്ഞി, ചോറ് അതിൻ്റെ ഒപ്പം ഉഷാറാണ്. അപ്പോൾ വേഗം പോയി ഉണ്ടായിക്കോളൂ. എന്നിട്ട് നല്ല സ്വാദോടെ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ തേങ്ങയൊക്കെ ശരിക്കും നന്നായിട്ട് കണ്ടോ, ചമ്മന്തിപ്പൊടിയുടെ മാതിരി നന്നായി ചുമന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു 3-4 ദിവസമൊക്കെ ഒരു കേടും പറ്റാതെ പുറത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം. അപ്പോൾ അതെല്ലാവരും കഴിച്ചോളൂ. ടേസ്റ്റ് നോക്കാനാണ് കേട്ടോ. അപ്പോൾ വേഗം പോയിക്കോളൂ, മാങ്ങ വാങ്ങിക്കോളൂ. ഒരൊറ്റ മാങ്ങ മതി, അധികമൊന്നും വേണ്ട. നാളികേര ഇവിടെ ഉള്ളതുമാണല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.